നിലമ്പൂർ നിയമസഭാ മണ്ഡലം UDF തിരിച്ചുപിടിച്ചു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷം. UDF സ്ഥാനാർത്ഥി ഷൗക്കത്തിന് 69,932 വോട്ടും LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 59,140 വോട്ടും അൻവറിന് 17,873 വോട്ടും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് 7,593 വോട്ടും ലഭിച്ചു. 9 വർഷത്തിന് ശേഷമാണ് മണ്ഡലത്തിൽ UDF വിജയിക്കുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇതിനു മുൻപ് UDF വിജയിച്ചിട്ടുള്ളത്. LDFന് മണ്ഡലത്തിൽ വീണ്ടും അടിതെറ്റി. സ്വതന്ത്രനും സിറ്റിംഗ് MLAയുമായിരുന്ന PV അൻവറിന് വലിയ മുന്നേറ്റമുണ്ടാക്കാനും കഴിഞ്ഞില്ല. വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, അമരമ്പലം പഞ്ചായത്തുകളിൽ UDFന് ലീഡ് ലഭിച്ചു. നിലമ്പൂർ നഗരസഭയിലും UDF കരുത്തുകാട്ടി. കരുളായിൽ മാത്രമാണ് LDFന് ലീഡ് ലഭിച്ചത്. DCC പ്രസിഡന്റ് VS ജോയിയുടെ പഞ്ചായത്തായ പോത്തുകല്ലിൽ ഇടയ്ക്ക് സ്വരാജ് ലീഡ് ചെയ്തുവെങ്കിലും അവസാനം UDF തിരിച്ചുപിടിച്ചു. M സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ UDFന് 800 വോട്ട് ലീഡ്. കഴിഞ്ഞ തവണ 506 വോട്ടിന് LDF ലീഡ് ചെയ്തിരുന്നു. പഞ്ചായത്ത് ഭരിക്കുന്നതും LDF ആണ്. വഴിക്കടവിൽ മാത്രമാണ് പ്രതീക്ഷിച്ച വോട്ടുകൾ UDFന് ലഭിക്കാത്തത്. ഭരണവിരുദ്ധ വികാരമാണ് കാണുന്നതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുൻപില്ലാത്ത ഐക്യത്തോടെ UDF പ്രവർത്തിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ ഷൗക്കത്ത് ലീഡ് നേടിയെങ്കിലും UDF കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചിട്ടില്ലെന്ന സൂചനയുമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. UDFന് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് വിലയിരുത്തണമെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതു സ്വതന്ത്രനായിരുന്ന PV അൻവർ സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് രാജിവെച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്.